Hello my students, welcome back to the biology class. So from the last class we studied about the function of heart and the different parts, and also we discussed about what is an heartbeat or blood pressure, etc. Okay, so the last topic in this chapter is transportation in plants. So what do you mean by transportation in plants? അതെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫങ്ഷൻസും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ്, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെ, ആൻഡ് ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, അതൊക്കെയാണ്. സോ ഈ ചാപ്റ്ററിൽ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പോലെ പ്ലാന്റ്സിൽ ഫുഡ് വാട്ടർ ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൗ ദേ ട്രാൻസ്പോർട്ട്, എങ്ങനെയാണ് അവ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ as in animals, substance are transported in plants too. Is it? Yes, we know that in plants transportation is done. Okay, you have studied about vascular tissues in plants. നമ്മുടെ ലോവർ ക്ലാസ്സസിൽ വാസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. What do you mean by vascular tissues? Yes, xylem and phloem. Xylem and phloem are the vascular tissues that present in plants and they help in the process of transportation. So ഏതൊക്കെയാണ്? First one is xylem and second one is phloem. Okay, so what is the functions of these two? Yes, xylem helps for transport water and salt that root absorbed from the soil. Soil നിന്നുള്ള റൂട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന വാട്ടർ ആൻഡ് മിനറൽസിനെ പ്ലാന്റ്സിൻ്റെ മുകൾ പോർഷൻസിൽ, ടോപ്പ് പോർഷൻസിൽ എത്തിക്കുന്നതാണ് xylemത്തിൻ്റെ ഫങ്ഷൻ. ഓക്കെ, what is the role of phloem? Yes, it helps for the transportation of the food particles in the leaves to various part of the plant body. So the phloem helps in the transportation of food materials or food particles. ലീവ്സിലോട്ട് ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇനി ഈ വാട്ടർ ആൻഡ് മിനറൽസ് ആയാലും ഫുഡായാലും എങ്ങനെയാണ് അറ്റ് ദി ലോവർ റീജിയനിൽ നിന്നും ടോപ്പർ റീജിയനിലേക്ക്, അതായത് ഒരു പ്ലാന്റിൻ്റെ, ഇതിപ്പോൾ ഒരു പ്ലാന്റാണ്, ജസ്റ്റ് ഇമേജിൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്ലാന്റിൻ്റെ ഇവിടെയാണ് എന്തുള്ളതാണ് ഇരിക്കുക, റൂട്ട്സ് പ്രസൻ്റ് ആയിരിക്കുക. ഈ റൂട്ട്സിൽ നിന്നാണ് ഫ്ലോയ ആണെങ്കിലും സൈലം ആണെങ്കിലും ഈ ഒരു ലോവർ പോർഷനിൽ നിന്നാണ് ഹയർ പോർഷൻസിലോട്ട് എത്തുന്നത്. ഈ ഒരു ഫ്ലോയവും സൈലവും എങ്ങനെയാണ് അറ്റ് ദ ഏറ്റവും ടോപ്പ് പോർഷൻസിലുള്ള ലീഫിൽ എങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത്, ഇതിൻ്റെ വാട്ട്സ് ദ പ്രോസസ് ബിഹൈൻഡ് ദിസ്, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആർ യു റെഡി? ഓക്കെ, vascular tissues in plants extended from the root to leaves in an interconnected manner. So പ്ലാന്റ്സിലുള്ള വാസ്കുലാർ ടിഷ്യൂസ് റൂട്ട് തൊട്ട് ലീവ്സ് വരെ, അല്ലെങ്കിൽ ഏറ്റവും ലോവർ റീജിയൻ തൊട്ട് ഹയർ റീജിയൻ വരെ ഇൻ്റർ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് കാണപ്പെടുന്നത്. യു നോ ദാറ്റ് the water and salt that root absorbed from the soil reach the leaves through xylem, the vascular tissues. So നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? xylem vessels വഴിയാണ് the water and minerals എന്തിൽ എത്തുന്നത്? ലീവ്സിലോട്ട് എത്തുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ takes place through tracheids and vessels, the dead cell of xylem. So here the page number 43 we can see that the picture of a xylem.
Okay, yes, in xylem there are two types of vessels are present, that is xylem vessel and trachea. Okay. So, transportation of water takes place through the tracheids and xylem vessels, the dead cells of xylem. Xylem കാണപ്പെടുന്ന dead cells ആയിട്ടുള്ള tracheids and xylem vessels വഴിയാണ് transportation of water നടക്കുന്നത്. The diameter of vessels is greater than that of tracheids. Compared to tracheids, xylem vesselsനാണ് ഡയമീറ്റർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Vessels are arranged one above the other. Yet from the picture we can clearly understand that the vessels are arranged in one above the one. ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. Okay. As the cell walls between the vessels disintegrate, they look like long pipes. So, ഇവയുടെ ഇടയ്ക്കുള്ള സെൽ വാൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കതിനെ they look like long pipes. ലോങ് പൈപ്പ് പോലെയാണ് നമുക്ക് xylem വെസൽസ് കാണാൻ പറ്റുന്നത്. സോ xylem വെസൽസിലുള്ള ഡെഡ് സെൽസ് ആയിട്ടുള്ള ട്രക്കീൽസ് ആൻഡ് xylem വെസൽസ് വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. അതുതന്നെ xylem വെസൽസിനാണ് ഡയമീറ്റർ കൂടുതൽ വെൻ കമ്പയർഡ് ടു ട്രക്കീഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു പോർഷൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു പൈപ്പ് പോലെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതാണ് xylemത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹിയർ എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഹൗ ഡസ് വാട്ടർ റീച്ച് ദ ട്രീ ടോപ്പ് ത്രൂ ദി xylem നാച്ചുറലി. എങ്ങനെയാണ് റൂട്ട്സിൽ നിന്നും അബ്സോർബ് ചെയ്യപ്പെടുന്ന വാട്ടർ എങ്ങനെയാണ് ഏറ്റവും ടോപ്പ് പോർഷൻസിൽ എത്തുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദി കമ്പൈനഡ് ആക്ഷൻ ഓഫ് മെനി പ്രോസസ്സ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരുപാട് വാൾവ്സും അതുപോലെ തന്നെ വേറെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഓർഗൻസൊക്കെ ഒരു കമ്പൈൻഡ് ആയ ആക്ഷൻസ് നടന്നിട്ടാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ പോസിബിൾ ആകുന്നത്. ലൈക്ക് ദീസ് പ്ലാന്റ്സിലും ഒരുപാട് കമ്പൈൻഡ് ആക്ഷൻസ് ഉണ്ട്. ഈ ലോവർ പൊസിഷനിൽ നിന്നുള്ള സോൾട്ട്, വാട്ടർ, ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഹയർ പൊസിഷനിൽ എത്താൻ ദർ ആർ സം കമ്പൈൻഡ് ആക്ഷൻസ് ബിഹൈൻഡ് ദിസ്. സോ ദ ആക്ഷൻസ് എന്തൊക്കെയാണ് ആ ആക്ഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്പിറേഷൻ, root pressure, cohesion, addition. So these are the main process behind the transportation in plants. What are the processes? Yes, transpiration, root pressure, cohesion and addition. Okay, ഫ്രം നമുക്ക് ഈ ഒരു സംഭവം നോക്കുന്നതിന് മുന്നേ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ചെയ്യാം. ദ എക്സ്പെരിമെൻറ്റ് ഈസ് ട്രാൻസ്പിറേഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. സോ ഈ ഒരു ട്രാൻസ്പിറേഷൻ നമുക്ക് തന്നെ നമ്മൾ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ടേക്ക് 2 plotted plants, one with leaves and the other without leaves. 2 plotted plants എടുക്കുക. ഒന്നിൽ എന്ത് ചെയ്യുക, ലീവ്സോട് കൂടിയ ഒരു പ്ലാന്റ്, മറ്റേതിൽ ആ ലീവ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളൊരു 2 plotted plants എടുക്കുക. Cover them using transparent polythene bag as shown in the figure 3.9. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യുക, അത് രണ്ടും ഒരു പോളിത്തീൻ കവർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഒന്നിൽ ലീഫോട് കൂടിയ പ്ലാന്റും മറ്റേതിൽ ലീഫ് ഇല്ലാത്തൊരു പ്ലാന്റുമാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്.
എക്സാമിൻ ബോത്ത് ദി ബാഗ്സ് ആഫ്റ്റർ സം ടൈം. കുറച്ച് ടൈം കഴിഞ്ഞ് ഒരു 1 or 2 hours ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്? നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആ ഒരു പിക്ചറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? യെസ്, വാട്ടർ ഡ്രോപ്ലെറ്റ് seen in the bag that covered the plant with the leaves and it's not seen in the plant without leaf. അതായത് ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിലെന്തുണ്ട്? യെസ്, ആ ഒരു പോളിത്തീൻ കവറിലോട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് ഔട്ടായിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നമ്മുടെ ലീഫ് ഇല്ലാത്ത പ്ലാന്റിൽ എന്തില്ല, അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. യെസ്, ഫ്രം ഹിയർ വി കൺക്ലൂഡ് ദാറ്റ് അല്ലെങ്കിൽ വി ക്യാൻ ഇൻഫർ ദാറ്റ് വാട്ടർ കെയിം ഔട്ട് ഫ്രം ദി ലീവ്സ്. Water is expelled from leaves due to evaporation and this process is called transpiration. So what do you mean by transpiration? Yes, leaves il endundu വാട്ടർ ഡ്രോപ്ലെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ രണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ 2 പ്ലോട്ടഡ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വിത്ത് ദി ലീവ്സും മറ്റേത് വിത്തൗട്ട് ദി ലീവ്സും. സോ ലീവ്സ് ഉള്ളിലേ ഉള്ളൂ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് അവിടെ ട്രാൻസ്പിറേഷൻ നടന്നിട്ടുള്ളൂ. മറ്റേ ആ ഒരു പ്ലോട്ടഡ് പ്ലാന്റ്സിൽ ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ എന്താണ് ട്രാൻസ്പിറേഷൻ എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ആൻഡ് ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് പ്ലാന്റ്സിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, so water is lost from the intercellular space of leaves through stomata by transpiration. So നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഒരു പ്ലാന്റ്, ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് തൊട്ട് ലീഫ് അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനായിട്ടുള്ള ലീഫ് വരെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, and water is lost from the intercellular space of leaves through stomata by transpiration. ട്രാൻസ്പിറേഷൻ വഴി സ്റ്റൊമാറ്റയിലൂടെ നമ്മുടെ ലീവ്സിൻ്റെ ഒക്കെ ഇടയിൽ കുറച്ച് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. ആ ഇൻ്റർസെല്ലുലാർ സ്പേസ് വഴി വാട്ടർ എന്ത് ചെയ്യാണ്, ലോസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ട്രാൻസ്പിറേഷൻ വഴി നമ്മൾ ട്രാൻസ്പിറേഷൻ എന്താണ്, വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ത് ചെയ്യാണ്, ഇവാപ്പറേറ്റ് ചെയ്യാണ്. സോ ഒരു പാർട്ടിക്കിൾ പ്രസൻ്റ് ആകുമ്പോൾ അതിങ്ങനെ പുറത്ത് പോകുമ്പോൾ ആ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ലോസ് ചെയ്യപ്പെടുകയാണ്. ഇറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ഇൻ ദ സെൽസ് ഓഫ് ലീവ്സ്. സോ ഈ ഒരു വാട്ടറിൻ്റെ എമൗണ്ട് ഇങ്ങനെ ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ഇൻസൈഡ് ദ ലീവ്സിൻ്റെ ഇടയിലുള്ള ആ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, in order to compensate this pressure variation, water enters the cells from the adjacent cells through osmosis. സോ ത്രൂ ഓസ്മോസിസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെല്ലുലാർ സ്പേസ്, ഇപ്പോൾ ഒരു ലീവ്സിൽ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുള്ള വാട്ടർ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് അഡ്ജസൻറ്റ് സെല്ലിൽ നിന്നും ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറഞ്ഞ റീജിയനിലേക്ക് ഹയർ റീജിയനിൽ നിന്നും ലോവർ റീജിയനിലേക്ക് വരും. So, what do you mean by osmosis? We already discussed our second chapter. What do you mean by osmosis? Yes, the movement of water molecules from the higher region of concentration to the region of low concentration through a semi-permeable membrane. That's called osmosis. So, ഇവിടെയും ആ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇവരുടെ ഇടയിലുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ റീജിയനിൽ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോ റീജിയനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. The transpiration pool developed due to transpiration helps to carry water at the top. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പിറേഷൻ പുൾ ഡെവലപ്പ് ചെയ്യും. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പുൾ, ആ ട്രാൻസ്പിറേഷൻ പുള്ള് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ അടിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ടോപ്പ് പോർഷൻസിൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Besides this, water molecules have the capacity to stick to themselves and with the walls of the vessels through which they move. Yes, from the figure we can understand that water molecules എങ്ങനെയാണ് അവിടെ കാണുന്നത്? Yes, stick together. ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? അവർക്ക് എന്താണ് സ്റ്റിക്ക് ചെയ്ത് പോവാനും അതുപോലെ തന്നെ വിത്ത് ദ വാൾസ് ഓഫ് ദ വെസൽസ് ത്രൂ വിച്ച് ദ മൂവ്, ആ ഒരു മൂവ് ചെയ്യുന്ന വാൾസിൽ അവർക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ആൻഡ് ദസ് പ്രോസസ് ആസ് നോൺ ആസ് അഡീഷൻ ആൻഡ് കൊഹീഷൻ റെസ്പെക്റ്റീവ്ലി. സോ ആ ഒരു സ്റ്റിക്ക് ചെയ്ത് പോകാൻ, ആ വാൾസിലോട്ട് പറ്റിപ്പിടിച്ച് പോകാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ കൊഹീഷൻ ആൻഡ് അഡീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. Along with this, the root pressure developed in the cells of root due to absorption of water also helps in raising water. സോ ഇങ്ങനെയൊക്കെ മുകളിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ റൂട്ട് പ്രഷർ, അവിടെ റൂട്ടിലൊരു പ്രഷർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സോ റൂട്ട് പ്രഷർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അബ്സോർബ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ 4 പ്രോസസ്സ് വഴിയാണ് നമ്മുടെ സോയിലിൽ കാണപ്പെടുന്ന വാട്ടർ ആൻഡ് മിനറൽസ് ടോപ്പ് പോർഷൻസിലെത്തുന്നത്. ആൻഡ് ദ 4 പ്രോസസ്സസ് ആർ ട്രാൻസ്പിറേഷൻ, റൂട്ട് പ്രഷർ, കൊഹിഷൻ, അഡിഷൻ ആൻഡ് ലീവ്സിൽ വരുമ്പോൾ ഓസ്മോസിസ് വഴി ആ ഒരു എന്താണ് ആ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ റീജിയനിൽ നിന്നും ലോവർ റീജിയനിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ത്രൂ ഓസ്മോസിസ് വഴി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണ് ഈ താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം പാസ് ചെയ്യുന്നുണ്ട്. അവിടെ വാട്ടർ ലോസ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള അടുത്തുള്ള ആ ഒരു ലീവ്സിലുള്ള അഡ്ജസൻറ്റ് സെൽസിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള കുറവുള്ളിടത്തേക്ക് വന്നിട്ട് അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ഫ്ലോയം. ഫ്ലോയം എന്തിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? യെസ്, ഫുഡ് പാർട്ടിക്കിൾസിനെയാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സൂക്രോസ് ത്രൂ ദി സീവ് ട്യൂബ്. നമ്മുടെ ഫ്ലോയത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് സീവ് ട്യൂബ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് കമ്പാനിയൻ സെല്ല്. സോ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൂക്രോസ് ഫോമിലാണ് ഫുഡ് നമ്മുടെ പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ത്രൂ ദി സീവ് ട്യൂബ് വഴിയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദ മെയിൻ പാർട്ട് ഓഫ് ദി ഫ്ലോയത്തിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ്. ലൈക്ക് സൈലം വെസൽസ്, സീവ് ട്യൂബ്സ് ആർ ആൾസോ seen as pipes arranged one above the other. ഇതെങ്ങനെയാണ്? ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യപ്പെട്ടുള്ളത്. ബട്ട് ഡിഫറിങ് ഫ്രം ദി സൈലം വെസൽസ്, pores are seen in their cross walls. Okay, but differing from the xylem vessels, pores are seen in their cross wall. So സൈലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലോയത്തിൽ എന്താണ്? ഒരു പോർസ്, അവരുടെ വാൾസിൽ പോർസ് കാണപ്പെടുന്നത്, സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. Through the spores, the cytoplasm of sieve tubes are interconnected through which food molecules can travel. So ഈ ഒരു പോർട്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോയത്തിലൂടെ ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ സീവ് ട്യൂബിൽ കാണപ്പെടുന്ന സൈറ്റോപ്ലാസം വഴി ഈ പോർസിലൂടെയാണ് ഫുഡ് പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്. കമ്പാനിയൻ സെൽസ് ആർ സീൻ അലോങ് വിത്ത് ദി സീവ് ട്യൂബ്. സീവ് ട്യൂബിനോട് കണക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കവിടെ കമ്പാനിയൻ സെൽസിനെയും കാണാൻ പറ്റും. ദേ ആൾസോ ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. സോ ഫ്ലോയത്തിൽ സീവ് ട്യൂബും ലൈക്ക് കമ്പാനിയൻ സെൽസും ആണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് സൈലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറിൽ ഡിഫറൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വാൾസിൽ നമുക്ക് ചെറിയ പോർസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ പോർസ് വഴിയാണ് ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് കമ്പാനിയൻ സീവ് ട്യൂബ്സിൽ കാണപ്പെടുന്ന സൈറ്റോപ്ലാസം വഴി ആ ഒരു പോർസ് വഴിയാണ് ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. പെർട്ടിക്കുലർ സെയിം ഫങ്ഷൻസ് ആണ്, പക്ഷേ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ബാക്കി സെയിം ഫങ്ഷൻസ് തന്നെയാണ്. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽ. എങ്ങനെയാണ് ന്യൂട്രിയൻസ് സെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്നത് ആൻഡ് അവിടെ നടക്കുന്ന പ്രോസസ്സസ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്.
ഫസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാർട്ടിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഫങ്ഷന്, അതിൻ്റെ ഡിഫറെൻറ്റ് ചാമ്പേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഹോൾ ബോഡി പാർട്ടിൽ നിന്നും നമ്മുടെ ലങ്സിലോട്ട്, ലങ്സിൽ നിന്നും എങ്ങനെ ഹോൾ ബോഡി പാർട്ടിലോട്ട്, പിന്നെ ഹാർട്ട് ബീറ്റ് എന്താണ്, BP എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൾസ് റൈറ്റ്, എങ്ങനെ ഹാർട്ടിനെ നമുക്ക് വേറൊരു ഡിസീസസ് ഒന്നും കൂടാതെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിനെയും കുറിച്ചിട്ട്. സോ ഇത്രയാണ് ഇതിൽ വർക്ക് എന്താണെന്ന് വെച്ചാൽ പേജ് നമ്പർ 42 വാസ്കുലാർ ടിഷ്യൂ ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ വർക്ക്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ലെറ്റ് എസ് എസ് എസിലെ വർക്കും കൂടി സെൻഡ് ചെയ്യുക ഒപ്പം. ഓക്കെ, താങ്ക് യു.